മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന തസവൂഫ് എന്ന് പറഞ്ഞാൽ, ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്നതൊരു ബിസിനസ്സായ കാലഘട്ടമാണ്. എല്ലാ നാട്ടിലും തസവൂഫിന്റെ ആളുകൾ ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് തസവൂഫ് എന്നറിയുമോ? ഇന്ന തസവൂഫ കുല്ലഹു ലഹു വൽ അദബ് ഫമിനൽ അമാരിഫി ഫതുലുബൻ ഹുവ അവ്വിലാ. ഇന്ന തസവൂഫ, തസവൂഫ് എന്ന് പറയുന്നത് കുല്ലഹു, മൊത്തം തസവൂഫ്, ലഹു വൽ അദബ്, അത് അദബിനാണ് തസവൂഫ് എന്ന് പറയുന്നത്. എന്താ അദബ്? 3 രൂപത്തിലുണ്ട് അദബ്. ഒന്ന് അല്ലാഹുവിന്റെ മുമ്പിലുള്ള അദബ്, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ അല്ലാഹുവിനോട് ചെയ്യേണ്ട അദബിന്റെ പേരാണ് തസവൂഫ്. വ്യക്തിജീവിതത്തിൽ കുറെ അദബുകളുണ്ട് റബ്ബിന്റെ മുമ്പിൽ, കുടുംബജീവിതത്തിൽ കുറെ അദബുകളുണ്ട്, സാമൂഹിക ജീവിതത്തിൽ കുറെ അദബുകളുണ്ട്. ഈ 3 മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാണ് അദബെന്ന് പറയുന്നത്. അദബിൽ തന്നെ സ്റ്റേജുകളുണ്ട്. സഹോദരന്മാരെ, ഇതാണ് തസവൂഫ്. അദബില്ലാത്തവൻ റബ്ബിന്റെ മുമ്പിൽ അദബേതാണ്? 5 വക്ത് നിസ്കരിക്കൽ ഒന്നാമത്തെ അദബാണ്. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ഒന്നാമത്തെ അദബ് ഒരു മനുഷ്യനിക്ക് ഷഹാദത്താണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ തുടക്കത്തിലേ അതുള്ളവരാണ്. അടുത്ത അദബേതാണ്? 5 വക്ത് നിസ്കാരത്തിന്റെ ടൈമായാൽ അത് നിർവഹിച്ചേക്കണം. അമ്പിയാക്കൾ അത് നിർവഹിച്ചവരാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ കാണാം, ഇത് അലൈഹി അസ്വാബിനാതുൽ ജിയാദ്, നല്ല നല്ല കുതിരകളെ, ആയിരക്കണക്കിന് കുതിരകളെ, വലിയ വില വരുന്ന കുതിരകളെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അസ്ർ നിസ്കാരമുള്ളവരാണ്. ആദം നബി അലൈഹിസ്സലാമിന് സുബ്ഹി നിസ്കാരമുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അസ്ർ നിസ്കാരമാണ്. ആ അസ്ർ നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന മുമ്പായി, ടൈമാകുന്ന മുമ്പ് കുതിരകളെ ഒന്ന് കാണാൻ, യുദ്ധത്തിന് പോകുന്ന കുതിര. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകരാജാവാണ്. ലോകം ഭരിച്ച 4 വ്യക്തികളുണ്ട്. അതിൽ 2 മുസ്ലിമീങ്ങളുണ്ട്. ഒന്ന് സുലൈമാൻ നബിയാണ്, രണ്ടാമത് ദുൽഖർനൈനിയാണ്. അലക്സാണ്ടർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ദുൽഖർനൈനി എന്ന് ചിലർ പറയുന്നു. ആരായിരുന്നാലും, അലക്സാണ്ടർ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് ദുൽഖർനൈനി, എങ്ങനെയായിരുന്നാലും ദുൽഖർനൈനി, സുലൈമാൻ നബി 2 ഉയർന്ന മഹാന്മാർ ലോകം മൊത്തം ഭരിച്ചിട്ടുണ്ട്. ആ സുലൈമാൻ നബി ഒരു ഭാഗത്തേക്ക് ജനതയെ യുദ്ധത്തിന് വിടുമ്പോൾ അതിലേക്ക് വേണ്ടി അതിന്റെ മുഴുവൻ തന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുന്ന, അല്ലാഹുവിന്റെ വഹയിലൂടെ പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം കുതിരകളൊന്ന് പരിശോധിക്കാൻ വേണ്ടി കടമയെന്ന നിലക്ക് ആ കുതിരകളൊന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. കാണട്ടെ, യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കുതിരകൾ ഓരോന്നിനെ കണ്ടു, തരക്കെടില്ല. അങ്ങനെ കാണുമ്പോൾ സൂര്യനങ്ങ് അസ്തമിച്ചു പോയി. മുഹറിന്റെ ശേഷം തുടങ്ങിയതായ പരിപാടി അസ്റിന്റെ ടൈമായിട്ട് നിസ്കരിക്കാൻ ഇതിലങ്ങ് പെട്ട് ഒരു മതപരമായ കടമയിലാണെങ്കിലും അവരത് നിർബന്ധമാണ് ചെയ്യുന്നതെങ്കിലും അവരങ്ങ് മറന്നുപോയി. അതിലങ്ങ് പെട്ടിട്ട് അതിലങ്ങ് ജോലിയായി നിസ്കാരം അങ്ങ് കളായി പോയി. ഇതാ അധിക മുഫസ്സിറുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ മുഫസ്സിറുകൾ മറ്റൊരു രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, സൂര്യൻ അസ്തമിച്ചു പോയി. മഹാനവറുകൾ അങ്ങ് വേവലാതിപ്പെട്ടു, പടച്ചവനെ എന്റെ അസ്ർ നിസ്കാരം കളായി പോയല്ലോ. ആയിരക്കണക്കിന് കുതിരകളെ ഞാൻ ഇങ്ങനെ ഒന്നിക്കരെ കാണാൻ നിന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ രംഗത്ത് ഒരു ചെറിയ സേവനം പോലും ചെയ്യാത്ത നമ്മെപ്പോലെ ചെറിയ മക്കൾ, ചെറിയ ചെറിയ മനുഷ്യരാകുന്ന നമ്മൾ നബിമാര് നമ്മളൊക്കെ എവിടെയാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉയർന്നുയർന്ന് അങ്ങകലെ എത്തിയാൽ ഒരു നബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. നിഹായത്തുൽ ഔലിയാ ബിദായത്തുൽ
ദറജാത്തുൽ അംബിയാ, അംബിയാക്കന്മാർ ഔലിയാക്കന്മാർ ഉയർന്നുയർന്നുയർന്ന് അങ്ങ് അകലെത്തുമ്പോൾ അപ്പോഴും ഒരു നബിയുടെ സ്ഥാനത്തേക്ക് എത്തുന്നില്ല. നബിമാരുടെ സ്ഥാനം തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഔലിയാക്കളുടെ അറ്റമെത്തുന്നു. അത്രയും വലിയ മുഖറബീങ്ങൾ, അത്രയും അല്ലാഹുവിനോട് ബന്ധമുള്ള സുലൈമാൻ നബിക്ക് ഒരു അസർ നിസ്കാരം കളായപ്പോൾ വിശുദ്ധ ഖുർആൻ കഥയ്ക്ക് വേണ്ടി പറഞ്ഞതാണോ ഇത്? വെറും കഥ പറയാൻ പറഞ്ഞതാണോ? നിസ്കാരത്തിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്ക് വരെ ഇങ്ങനെയുണ്ടെങ്കിൽ അത് ചില്ലറ കേസല്ല മോനെ. പിശാചിന്റെ ദുർബോധനത്തിൽപ്പെട്ടു അതിൽ നീ കളാക്കി പോകരുതേ എന്ന് പഠിക്കാൻ വേണ്ടിയല്ലേ അല്ലാഹു തആല പഴയ സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിച്ചു തന്നത്. വെറുതെ നോവൽ പഠിക്കാനാണോ? വെറുതെ കഥ പഠിക്കാനാണോ? അല്ല അല്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അതാ പറയുന്നു, തന്റെ പ്രജകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ കുതിരകളാണ് എന്റെ നിസ്കാരം കളാകാൻ കാരണം. അത് ഹലാലായ സാധനമാണ്, അത് നല്ലതായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അതിനെ അറുത്ത് സ്വതക്ക ചെയ്യട്ടെ. എനിക്ക് അല്ലാഹു തആല ആ സ്ഥാനത്തേക്കൊരു വലിയ കൂലി തരട്ടെ. നിസ്കാരം കളാ വീട്ടിയ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കളായതിന് പ്രായശ്ചിത്തമായി മഹാനവർകൾ ആ കുതിരകളെ മുഴുവനും അറുത്ത് സ്വതക്ക ചെയ്തു. ഇത്രയും ഗൗരവമുള്ളതാണ് നിസ്കാരത്തിന്റെ കാര്യം. അതങ്ങ് ഒഴിവാക്കാൻ പറ്റുമോ സഹോദരന്മാരെ? ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഇമാം ഇല്ല.